നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭൂകമ്പത്തെക്കുറിച്ചാണ്. ഭൂകമ്പം എന്ന് പറയുന്നത് നമ്മൾ ഭൂമികുലുക്കമാണ് നമ്മളുടെ മനസ്സിലോട്ട് ആദ്യമായിട്ട് ഓടി വരുന്നത്. ഭൂകമ്പം എന്ന് പറയുന്നത് എൻഡോജനിക് താപ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ടെക്ടോണിക് ശക്തികളുടെ ഫലമായുണ്ടാകുന്ന ശക്തിയേറിയ പ്രകമ്പനമാണ് നമ്മൾ എന്ന് പറയുന്നത് ഭൂകമ്പം എന്ന് പറയുന്നത്. നേരിയ ഭൂകമ്പം മുതൽ കെട്ടിടങ്ങളെ ഇളക്കിവിടാനും ഭൂമിയിൽ വിടവുള്ള വിള്ളലുകൾ ഉണ്ടാക്കാനും കഴിവുള്ള ഒരു വന്യമായ ചലനം വരെ നീണ്ടു നിൽക്കുന്ന ഭൂപ്രതലത്തിൻ്റെ ചലനമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. പർവ്വതങ്ങൾ പോലെ ഭൂമിയെ നിർമ്മിക്കുന്ന ടെക്ടോണിക് ശക്തികളാണ് ഇതിന് കാരണം. ഭൂമിയുടെ പുറന്തോടിന് പെട്ടെന്നുള്ള സ്ഥാനചലനം ഭൂമിയുടെ ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം പുറത്തുവിടുന്നു. ഭൂകമ്പത്തിൻ്റെ പുറത്തുവിടുന്ന ഊർജത്തിൻ്റെ വ്യാപ്തിക്കും അടിസ്ഥാനമായിട്ടാണ് നമ്മൾ അതിൻ്റെ തീവ്രത കണക്കാക്കുന്നത്. 1935 ചാൾസ് എഫ് റിക്ടർ വികസിപ്പിച്ചെടുത്ത റിക്ടർ സ്കെയിലാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണയായി ഇത് 0 മുതൽ 9 ഇടയിലാണ്. ഭൂകമ്പങ്ങൾ ഏറ്റവും വേഗമേറിയ കൂട്ടനശീകരണ മാർഗമായി കണക്കാക്കപ്പെടുന്നു. കാരണം അവ നിമിഷങ്ങൾക്കുള്ളിൽ വലിയ നാശം വരുത്തുന്നു. ഭൂകമ്പത്തെ ഏറ്റവും ഭയപ്പെടുന്ന രാജ്യങ്ങളായിട്ടുള്ളത് ചിലി, ചൈന, ഗ്രീസ്, ഇന്തോനേഷ്യ, ഇറ്റലി, ഇറാൻ, പെറു, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളാണ്. ഭൂകമ്പശാസ്ത്രപരമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല കാരണങ്ങളിലും ഈ രാജ്യങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റുകൾ അത് കൂടുതലാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ. ഇതിനെല്ലാം ഈ ഭൂകമ്പത്തിന് 3 പ്രധാന ബെൽറ്റുകളാണുള്ളത്. അതിന് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് സാധാരണ പറയാറുണ്ട്. അത് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ വടക്കേ ഇന്ത്യ, ടർക്കി, ഗ്രീസ്, ഇറ്റലിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ മുതലായവയാണ്. ഇന്ത്യയിലെ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങൾ പ്രധാനമായും വരുന്നത് ഹിമാലയൻ പർവ്വതനിരകൾ, വടക്ക് കിഴക്കൻ ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയെല്ലാം ആഗോള ഭൂകമ്പ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ത്യൻ ബലകം പ്ലേറ്റുകളെയാണ് നമ്മൾ ബലകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ബലകം യൂറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ച് വലിയ രൂപഭേദം, ഒന്നിലധികം തകരാറുകൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭൂകമ്പവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ചാണ്. അതിനെ നമുക്ക് 2 രീതിയിൽ തിരിക്കാം. പ്രാഥമിക അപകടങ്ങളെന്നും സെക്കൻഡറി അപകടങ്ങളെന്നും നമ്മളതിനെ തിരിച്ചിരിക്കുന്നു. ഭൂകമ്പം എന്ന സ്വാഭാവിക പ്രതിഭാസത്തോടൊപ്പം ഒരേ സമയം സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളാണ് പ്രാഥമിക അപകടങ്ങളിൽ വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് നിലം കുലുക്കൽ, ഫോൾട്ട്, വിള്ളൽ, ടെക്ടോണിക് രൂപഭേദം എന്നിവയാണ്. ദ്വിതീയ അപകടങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി അപകടങ്ങൾ എന്ന് പറയുന്നത് ഭൂകമ്പത്തിൻ്റെ അവസാനത്തിലോ അതിനുശേഷമോ ഉണ്ടാകുന്നവയാണ്. മണ്ണിൻ്റെ ദ്രവീകരണം, മണ്ണിടിച്ചിലും അന്തർവാഹിനിയുള്ള ഹിമപാതങ്ങൾ, മഞ്ഞുവീഴ്ചകൾ, സുനാമി എന്നിവയാണ് അതിൻ്റെ ദ്വിതീയമായ കാരണങ്ങളായി വരുന്നത്. ഭൂകമ്പത്തിൻ്റെ ആഘാതം സാധാരണയായി പ്രഭവ കേന്ദ്രത്തിന് സമീപമാണ് ഏറ്റവും ശക്തമായത്. പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണോ ഭൂകമ്പം ഉത്ഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. മനുഷ്യഘടനകൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഭൂകമ്പത്തിൻ്റെ തീവ്രതയെയും വ്യാപ്തിയെയും മാത്രമല്ല, കെട്ടിടം നിർമ്മിച്ചിരിക്കുന്ന മണ്ണിൻ്റെ സവിശേഷതകളെയും കെട്ടിടം നിർമ്മിച്ച വസ്തുക്കളുടെ സ്വഭാവത്തെയും വരെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂകമ്പങ്ങൾ ആളുകളെ കൊല്ലുന്നില്ലെന്ന് പറയപ്പെടുന്നു എങ്കിലും മനുഷ്യർ നിർമ്മിച്ച സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളുടെയും ഘടകങ്ങളും അപകടത്തിന് കാരണമാകാറുണ്ട്. ഭൂകമ്പത്തിൻ്റെ പ്രാഥമിക പ്രത്യാഘാതങ്ങളായിട്ട് വരുന്നത് ഘടനകളുടെ പൂർണ്ണമായോ ഭാഗികമായോ നാശം, ഗതാഗത പ്രവർത്തനങ്ങളുടെ തടസ്സം, ജലവിതരണ തടസ്സം, മലിനനിർമ്മാർജ്ജന സംവിധാനങ്ങളുടെ തകർച്ച, പാലങ്ങൾ നശിച്ചു പോവുക, വൈദ്യുതി, ഗ്യാസ് എന്നിവയുടെ പൈപ്പ് ലൈനുകളിൽ ഉണ്ടാകുന്ന നാശം, നദികളുടെ ഗതിയിൽ ഉണ്ടാകുന്ന മാറ്റം, ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ മാറ്റങ്ങൾക്ക് കാരണമാകും, പുതിയ ദ്വീപുകളുടെ തിരോധാനം അല്ലെങ്കിൽ സൃഷ്ടി, ഇതൊക്കെ ഭൂകമ്പങ്ങളുടെ ആഘാതങ്ങളിൽ പെടുന്നതാണ്. പലതരത്തിലുള്ള തകർച്ചകളും സ്ഥാപന വസ്തുക്കളുടെ തകർച്ചകളും മരണങ്ങളും നാശനഷ്ടങ്ങളും സ്ഫോടനങ്ങളും രോഗങ്ങളും പകർച്ചവ്യാധികളും വരെ ഭൂകമ്പത്തിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. ഭൂകമ്പം ഉണ്ടായതിന് ശേഷം
വസ്തുക്കൾ നശിച്ചു പോകുന്നത് കൊണ്ട് ജലലഭ്യതക്കുണ്ടാകുന്ന കുറവ്, രോഗങ്ങളുടെ ചികിത്സിക്കാനുള്ള ആശുപത്രി സംവിധാനങ്ങളുടെ കുറവ്, ഇതുമൂലമാണ് മരണം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാലങ്ങൾ തകർന്നു വീണത് മൂലം ഉണ്ടാകുന്ന ഗതാഗത അപകടങ്ങൾ മുതലായ അണക്കെട്ടുകൾ തകരുന്നത് മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പല വസ്തുതകളും ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ ഒരു ദുരന്തമാണ് സുനാമി. കടലിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ ഫലമായി വളരെ വലുതുമായിട്ടുള്ള തിരമാലകൾ ഉണ്ടാകുന്നതാണ് ഇത്. ഇത് ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. തീപിടുത്തങ്ങൾ ഉണ്ടാവാം, വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാവാം, വിട്ടുമാറാത്ത രോഗങ്ങളുടെ വർധനവും അതിനുള്ള പ്രതിരോധ നിയന്ത്രണത്തിലുള്ള അഭാവം മുതലായ കാര്യങ്ങളൊക്കെ എന്തുമൂലമുണ്ടാകാം? ഭൂകമ്പം മൂലം ഉണ്ടാകാം. ഭൂകമ്പം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന വിറയലാണ്. അത് പ്രധാനമായും സംഭവിക്കുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ മൂലമുണ്ടാകുന്ന മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന ദുരിതഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാഥമിക ദുരന്തങ്ങളും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളും ദ്വിതീയ പ്രത്യാഘാതങ്ങളും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഭൂകമ്പത്തിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഭൂകമ്പത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.